إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهد الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون. ഏറ്റവും ബഹുമാനമുള്ള സത്യവിശ്വാസികളെ വിശ്വാസികളെ, ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും അള്ളാഹുവിനെ ഭയപ്പെട്ട് അവന്റെ നിർദ്ദേശങ്ങൾ പാലിച്ച് അവന്റെ പ്രവാചകനെ പിൻപറ്റി മുത്തഖീങ്ങളായി സൂക്ഷ്മതയുള്ളവരായി ജീവിക്കണമേ എന്ന് എന്നോടും നിങ്ങളോടും അതിന്റെ ഗൗരവത്തിൽ ഉണർത്തുന്നു, തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യുന്നു. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ മുത്തഖീങ്ങൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സത്യവിശ്വാസികൾ, നമ്മുടെ ജീവിതം ഏത് സമയത്തും നിലച്ചു പോകുന്ന ജീവിതമാണ് നമ്മുടേത്. ഏത് അവസരത്തിലും നാം ഇല്ലാതെയാകും. ആളുകൾ അത്ഭുതപ്പെടും, അയാൾ ഇന്ന് രാവിലെ ഞാൻ സംസാരിച്ചതേ ഉള്ളൂ, ഇല്ലെങ്കിൽ ഇന്നലെ രാത്രി ഞങ്ങൾ സംസാരിച്ച് വിരിഞ്ഞതേ ഉള്ളൂ എന്നൊക്കെ ആളുകൾ പറയും. മരണം നമ്മുടെ ചെരുപ്പിന്റെ വാറിനേക്കാൾ നമ്മുടെ അടുത്തുണ്ട്. അങ്ങനെ നാം മരിച്ചു കഴിഞ്ഞാൽ പിന്നീട് നമ്മുടെ പേര് പോയി. പിന്നെ ആളുകൾ ചോദിക്കുന്നത് നമ്മുടെ പേര് പറഞ്ഞിട്ടല്ല. ഞാനാണ് അങ്ങനെ മരിച്ചതെങ്കിൽ ഉസ്താദിനെ എപ്പോഴാ കുളിപ്പിക്കുക എന്നാരും ചോദിക്കുകയില്ല. മയ്യത്ത് എപ്പോഴാ കുളിപ്പിക്കുക, എപ്പോഴാണ് മയ്യത്ത് നിസ്കാരം, എപ്പോഴാണ് മറമാടുക എന്നൊക്കെയാണ് ചോദിക്കുക. എല്ലാവർക്കും ഒരേ പേര് വീണ് കഴിഞ്ഞു. അങ്ങനെ നാം മരിച്ചു കഴിഞ്ഞാൽ ഒന്നും കൊണ്ടുപോകാനില്ല. 3 കഷ്ണം തുണിയിൽ പൊതിഞ്ഞു 6 അടി മണ്ണ്, അത് മാത്രമാണ് നമുക്ക് ലഭിക്കുന്നത്. നമ്മുടെ സമ്പാദ്യം, നമ്മുടെ മക്കൾ ഒന്നും നമ്മോടൊപ്പം ഉണ്ടാവുകയില്ല. കുടുംബങ്ങളും നാട്ടുകാരും കൂട്ടുകാരും എല്ലാവരും വിട്ടുവരിഞ്ഞു പോരും, എല്ലാവരും മടങ്ങിപ്പോകും. എന്നാൽ ബാക്കിയാകുന്നത് ഒന്ന് മാത്രമാണ്, അവൻ ചെയ്ത കർമ്മങ്ങൾ മാത്രം. അത് നന്മയായാലും തിന്മയായാലും നമ്മുടെ കർമ്മങ്ങൾ നമ്മോടൊപ്പം നമ്മുടെ മരണശേഷവും ഉണ്ടാകും. അതുകൊണ്ട് ഒരു കർമ്മങ്ങളും നിസ്സാരമാക്കി കളയരുത്. ഒന്നും ചെറുതല്ല. നാം നിസ്സാരമാണ് എന്ന് കരുതുന്ന പല നന്മകളും നമുക്ക് വലിയ പ്രതിഫലം നൽകുന്നതാണ്. അതുപോലെ നാം നിസ്സാരമാണ് എന്ന് കരുതി തള്ളിക്കളയുന്ന പല തിന്മകളും അത് വലിയ അപകടം പിടിച്ചതുമാണ് എന്ന് ബോധമുണ്ടായിരിക്കണം നമുക്ക്. എല്ലാവരും നമ്മെ വിട്ടുപിരിഞ്ഞു പോയാലും നമ്മുടെ കർമ്മങ്ങൾ, നമ്മുടെ ചാരത്ത് ബാക്കിയാകുന്നത് നമ്മുടെ പ്രവർത്തനങ്ങളാണ്. അവയിൽ നന്മകൾ മാത്രമാണ് നമ്മുടെ വിളക്ക്. തിന്മ ഒരുപാട് ഉണ്ടാകും നമ്മുടെ അടുത്ത്. അത് നമുക്ക് ഒരു ദുഷിച്ച കൂട്ടുകാരനായി ഖബറിൽ ഉണ്ടാകും. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ നന്മകൾ
നമുക്ക് നേരം പോക്കാക്കുന്ന സന്തോഷം തരുന്ന ഒരു കൂട്ടുകാരനായി നമ്മോടൊപ്പം ഖബറിൽ ഉണ്ടാകണം. അത് നമുക്ക് വിളക്കാണ്. അതിനാൽ ആ നന്മകൾ കൊണ്ടാണ് നമ്മുടെ സുരക്ഷയും മോചനവുമുള്ളത്. നാം രക്ഷപ്പെടുന്നത് നമ്മുടെ ശാരീരിക വടിവ് നോക്കിയിട്ടല്ല, പ്രായം നോക്കിയിട്ടല്ല, സാമ്പത്തിക നില നോക്കിയിട്ടുമല്ല, നമ്മുടെ കർമ്മങ്ങൾ നോക്കിയിട്ട് മാത്രമാണ് നാം രക്ഷപ്പെടുക. അള്ളാഹു പറയുന്നത് നോക്കൂ, യാ അയ്യുഹല്ലദീന ആമനു, ഓ വിശ്വാസികളെ, ഓ സത്യവിശ്വാസികളെ, ഇത്തഖുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുക. വൽ തൻദുർ നഫ്സുൻ, ഓരോ ആളുകളും ചിന്തിച്ചു നോക്കട്ടെ, മാദാ ഖദ്ദമത് ലിഗദ്, നാളേക്ക് വേണ്ടി എന്താണ് തയ്യാറാക്കി വെച്ചിട്ടുള്ളത് എന്ന്. നാം പരസ്പരം സംസാരിക്കുമ്പോൾ നമ്മുടെ ഭാവികാല ജീവിതത്തിന് വേണ്ടി, ജീവിതത്തിന്റെ അവസാന നിമിഷങ്ങൾക്ക് വേണ്ടി, അല്ലെങ്കിൽ റിട്ടയർമെന്റ് ആയതിനു ശേഷം ജീവിക്കുവാൻ എന്തെല്ലാം തയ്യാറാക്കി വെച്ചു എന്ന് പരസ്പരം ചോദിക്കും. വയസ്സായില്ലേ, ഒന്നും തയ്യാറാക്കി വെച്ചില്ലേ? മക്കളൊക്കെ പുറത്താക്കിയാൽ പിന്നെ ആര് നിങ്ങളെ സംരക്ഷിക്കും? നിങ്ങൾക്ക് വേണ്ടി നിങ്ങളൊന്നും കരുതി വെച്ചില്ലേ എന്നൊക്കെ നാട്ടുകാർ നമ്മോട് ചോദിക്കും. അതല്ല അള്ളാഹു ചോദിക്കുന്നത്. ഈ നാളെ എന്ന് പറഞ്ഞ് നമ്മുടെ മരണശേഷം നമ്മുടെ ഖബറിൽ, നമ്മുടെ വിചാരണാവേളയിൽ, മഹ്ശറിൽ അതിനു വേണ്ടി നീ എന്ത് ചെയ്തു എന്ന് ഓരോരുത്തരും ചിന്തിച്ചു കൊള്ളട്ടെ. വത്തഖുല്ലാഹ്, ഒരേ ആയത്തിൽ വീണ്ടും അല്ലാഹു വത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ തഖ്വ ചെയ്യുക. ഇന്നല്ലാഹ ഖബീറുൻ ബിമാ തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിക്കുന്നെന്ന് സൂക്ഷ്മമായി അറിയുന്നവനാകുന്നു അല്ലാഹു. എല്ലാം അറിയും, വളരെ സൂക്ഷ്മമായി. ആരും പറഞ്ഞു കൊടുക്കണ്ട, ഒരു വക്കീലിന്റെ ആവശ്യമില്ല. അള്ളാഹുവിന് തന്നെ സൂക്ഷ്മമായി അറിയും ആർ എന്തൊക്കെ എപ്പോൾ എങ്ങനെയൊക്കെ ചെയ്തു എന്ന്. സഹോദരന്മാരെ, അതിനാൽ നമുക്ക് നാളേക്ക് വേണ്ടിയുള്ള നന്മകൾ അത് എത്ര ചെറുതായാലും വലുതായാലും നമ്മുടെ കയ്യിലുണ്ടാകണം. ചെറുതല്ലേ എന്ന് കരുതി ഒരു നന്മയും നാം പാഴാക്കാൻ പാടില്ല. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മുടെ പ്രാർത്ഥന. പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കണം നാം. ഒരു ദിവസം ഒരു മനുഷ്യൻ ഉണർന്നത് മുതൽ, ഒരു മുസ്ലിമായ മനുഷ്യൻ ഉണർന്നത് മുതൽ അവന്റെ വിരിപ്പിലേക്ക് പോകുന്നത് വരെയുള്ള എത്ര പ്രാർത്ഥനകളാണ് അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ആ പ്രാർത്ഥനകൾ പലപ്പോഴും നാം വിസ്മരിച്ചു പോകും. മദ്രസകളിൽ ഞങ്ങൾ ഉസ്താദന്മാർ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കും. രാവിലെ എഴുന്നേൽക്കുള്ള പ്രാർത്ഥന, രാത്രി വിരിപ്പിലേക്കുള്ള പ്രാർത്ഥന. അതെല്ലാ മക്കളും അത് ചൊല്ലി. എല്ലാവരും പറഞ്ഞു. 2 ദിവസം കഴിഞ്ഞ് ചോദിച്ചാൽ 90 ആൾക്കും അറിയില്ല, 100ൽ 90 ആളുകൾക്കും അറിയില്ല. കാരണം എന്താ? പ്രാക്ടിക്കൽ ആക്കുന്നില്ല എന്നതാണ്. പഠിക്കുക എന്നല്ലാതെ ആ പഠിച്ചത് പ്രാക്ടീസ് ആക്കുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് നാം പ്രാർത്ഥനകൾ വർദ്ധിപ്പിക്കുക. അദ്ദുആഉ ഹുവൽ ഇബാദ, പ്രാർത്ഥന അത് തന്നെയാണ് ഇബാദത്ത് എന്ന്. അതുകൊണ്ട് നാം പ്രാർത്ഥനകൾ ധാരാളമായി വർദ്ധിപ്പിക്കണം. പ്രാർത്ഥന മാത്രമാണ് നമുക്ക് ആഖിറത്തിൽ രക്ഷയായി വരിക. നമ്മുടെ ദുനിയാവിന്റെ കാര്യമായാലും ആഖിറത്തിന്റെ കാര്യമായാലും പ്രാർത്ഥിക്കണം. ആരോട് പ്രാർത്ഥിക്കണം? പലരും പല ആളുകളോടും പ്രാർത്ഥിക്കുന്ന ആളുകളുണ്ട്. അല്ലാഹു പറയുന്നു, വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്, എൻ്റെ അടിമ എന്നെ പറ്റി നിന്നോട് ചോദിച്ചാൽ അവനോട് നീ പറയുക, അന്നി ഖരീബ്, ഞാൻ അവന്റെ സമീപസ്ഥനാണ്. നമ്മുടെ ഏറ്റവും അടുത്തുള്ളത് നമ്മുടെ റബ്ബാണ് എന്നുള്ള ബോധമുണ്ടാവുക. അള്ളാഹു എപ്പോഴും നമ്മുടെ പ്രാർത്ഥന കേൾക്കുവാൻ, നമുക്ക് ഉത്തരം ചെയ്യുവാൻ തയ്യാറാണ് അള്ളാഹു. അള്ളാഹുവിനെ വിട്ട് ആളുകൾ മറ്റു പലരെയും വിളിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു. അള്ളാഹു പറയുന്നു, അവൻ പ്രാർത്ഥിക്കുമ്പോൾ അവന്റെ പ്രാർത്ഥനയ്ക്ക് ഞാൻ ഉത്തരം നൽകും. അതുകൊണ്ട് അവൻ എന്റെ വിളിക്ക് ഉത്തരം ചെയ്യട്ടെ. എന്നിൽ വിശ്വസിക്കും ചെയ്യട്ടെ. അതുകൊണ്ട് നാം പ്രാർത്ഥിക്കുക, പ്രാർത്ഥന പതിവാക്കുക, പ്രാർത്ഥന പതിവാക്കുക. പലപ്പോഴും നാം പ്രാർത്ഥിക്കാറില്ല. മറ്റുള്ള ആളുകളോട് പറയും ദ്വാരക്കണം, ദ്വാരക്കണം എന്ന് പറയുമെന്നല്ലാതെ നമുക്കുണ്ട് നാം ദ്വാരുന്നാൽ, നാം പ്രാർത്ഥിച്ചാൽ നമ്മുടെ റബ്ബ്, നമ്മുടെ ഉമ്മവാപ്പാനേക്കാൾ നമ്മോട് സ്നേഹമുള്ള കാര്യങ്ങളുള്ള റബ്ബ് നമ്മുടെ പ്രാർത്ഥന സ്വീകരിക്കുമെന്നുള്ള ഉത്തമമായ ബോധം നമുക്ക് വേണം. നാം ഏത് അവസ്ഥയിലായാലും പ്രാർത്ഥിക്കുക അല്ലാഹുവിനോട്. വഅന്നൽ മസാജിദ ലില്ലാഹ് ഫലാ തദ്ഉ മഅല്ലാഹി അഹദാ, പള്ളികൾ അല്ലാഹുവിനുള്ളതാണ്. അല്ലാഹുവിനോടൊപ്പം നിങ്ങൾ മറ്റൊരാളോടും പ്രാർത്ഥിക്കരുത് എന്ന് സൂറത്തുൽ ജിന്നിലൂടെ അല്ലാഹു പറയുന്നു. ഗൗരവമേറിയ കാര്യമാണ്, വളരെ ഗൗരവമേറിയ കാര്യമാണ്. പള്ളി നിർമ്മിച്ചത് തന്നെ, പള്ളി എന്തിനാണ്?
വഅന്നൽ മസാജിദ ലില്ലാഹ്, മസ്ജിദുകൾ അല്ലാഹുവിനുള്ളതാകുന്നു. അല്ലാഹുവിന് വേണ്ടി പ്രാർത്ഥിക്കുക, അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുവാൻ അല്ല, അല്ലാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുവാനുള്ളതാണ് പള്ളികൾ. ആ പള്ളികളിൽ വെച്ച് തന്നെ മറ്റുള്ള ആളുകൾ വെച്ച് പ്രാർത്ഥിക്കുകയാണ്. ഒരു ഉസ്താദും കുറേ ശിഷ്യന്മാരിൽ ഇങ്ങനെ പാട്ടുപാടി പ്രാർത്ഥിക്കുകയാണ്. നോക്കണം ഞങ്ങളെ ശേഖോരെ, കാക്കണം ഞങ്ങളെ മടവൂരെ. നല്ല രാഗത്തിൽ പാടുന്നുണ്ട്. ഉങ്കൾ തുണയില്ലാതൊരു തണിയും ഞങ്ങളിലില്ല പൂങ്കവരെ. മടവൂരിനോട് പ്രാർത്ഥിക്കാണ് ഉസ്താദ് ശിഷ്യന്മാർ. കുറേ ഉസ്താദന്മാരില്ല, വടിയെല്ലാം കുടിച്ച് ഒരു പച്ച ഉല്ലെല്ലാം വെച്ച ഒരാൾ ഒരു വടിയെല്ലാം. എന്താ പ്രാർത്ഥന എന്നറിയാം? ഞങ്ങളെ നോക്കണേ, ആരോട്? ഞങ്ങളെ കാക്കണേ, നിങ്ങളല്ലാതെ ആരും ഞങ്ങളെ കാക്കുന്നവരായിട്ടില്ല. ഉങ്കൾ തുണയല്ലാതൊരു തണിയും ഞങ്ങളിലില്ല പൂങ്കവരെ. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതല്ല, ഇതിനപ്പുറമുള്ള പ്രാർത്ഥനകളും ഉണ്ട് പലതും. അപ്പൊ നാം വേണ്ടത്, നാം ഇങ്ങനെയുള്ള ബിദ്അത്ത് ശിർക്കിന്റെ പ്രാർത്ഥനകളെ എതിർക്കുന്നതോടൊപ്പം തന്നെ നാം ധാരാളമായി അല്ലാഹുവോട് പ്രാർത്ഥിക്കുക. അത് തെറ്റി ഇത് തെറ്റി എന്ന് പറയണം, തെറ്റിന് തെറ്റി എന്ന് തന്നെ പറയണം. പക്ഷെ നന്മകൾ ഒരുപാട് ചെയ്യാൻ നമുക്കുണ്ട്. നാം ആ നന്മകളൊന്നും ചെയ്യാതെ മറ്റുള്ളവരെ ആക്ഷേപിച്ചുകൊണ്ട് മാത്രം ഇരുന്നാൽ നമ്മുടെ കാര്യം തുലം കഷ്ടമായിരിക്കും. നാം പ്രാർത്ഥിക്കുക, അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുക. ഗൗരവമേറിയ ഈ കാര്യം ഖുർആനിൽ പല സ്ഥലങ്ങളിലും അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. എല്ലാ പ്രവാചകന്മാരും പ്രാർത്ഥിച്ചത് അല്ലാഹുവിനോടാണ്. ഒരുപാട് നബിമാരുടെ പ്രാർത്ഥനകളുണ്ട് ഖുർആനിൽ. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെതും, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം, നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, സക്കരിയ അലൈഹി സ്വലാത്തു വസ്സലാം, അങ്ങനെ ഒരുപാട്, അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, അങ്ങനെ ഒരുപാട് നബിമാരുടെ പ്രാർത്ഥനകൾ അല്ലാഹു ഖുർആനിലൂടെ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. അതല്ലാതെ മറ്റു മുഅ്മിനീങ്ങളുടെ പ്രാർത്ഥനകളും അല്ലാഹു പറഞ്ഞു തരുന്നത് എല്ലാം അല്ലാഹുമ്മ റബ്ബന എന്നുള്ളതാണ്. ഞങ്ങൾ റബ്ബേ എന്നുള്ളതാണ് പ്രാർത്ഥന. അവസാന പ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു പ്രഖ്യാപിക്കുകയാണ്, നീ പ്രഖ്യാപിക്കുക, പറയുക. എന്ത്? ഖുൽ ഇന്നമാ അദ്ഉ റബ്ബി വലാ ഉശ്രികു ബിഹി അഹദാ. ഖുൽ, പറയുക, ഇന്നമാ അദ്ഉ, തീർച്ചയായും ഞാൻ പ്രാർത്ഥിക്കുന്നത് റബ്ബി, എൻ്റെ റബ്ബിനോടാണ്. വലാ ഉശ്രികു ബിഹി, ഞാൻ ശിർക്ക് ചെയ്യുകയില്ല, അഹദൻ, ഒരാളെയും, അല്ലാഹുവിനോടൊപ്പം ഒരു ശിർക്കും ഞാൻ ചെയ്യുകയില്ല. ഞാൻ അല്ലാഹു അല്ലാതെ ഒരാളോടും പ്രാർത്ഥിക്കുകയില്ല എന്ന് പ്രഖ്യാപിക്കുക പ്രവാചകരെ എന്ന് അല്ലാഹു. ഖുൽ ഇന്നമാ അദ്ഉ റബ്ബി വലാ ഉശ്രികു ബിഹി അഹദൻ. ബദരീങ്ങൾ അവർ പ്രാർത്ഥിച്ചത് ആരോടായിരുന്നു? നമുക്കറിയാം. അസ്ഹാബുൽ കഹ്ഫിന്റെ പ്രാർത്ഥന നാം പഠിച്ചതാണ്. അവർ ഗുഹയിൽ അഭയം തേടിയ സന്ദർഭത്തിൽ പ്രാർത്ഥിച്ചത് അല്ലാഹുവിനോടാണ്. മറിയം ബീവി പ്രാർത്ഥിച്ചത് റബ്ബി ബിനിലി ഇൻദക ബൈതൻ ഫിൽ ജന്ന വനജ്ജിനി മിൻ ഫിർഔന വഅമലിഹി വനജ്ജിനി മിനൽ ഖൗമിൽ ളാലിമീൻ. പ്രാർത്ഥിച്ചത് അല്ലാഹുവിനോടാകുന്നു. നിത്യജീവിതത്തിൽ മുഴുവൻ പ്രാർത്ഥനകളുണ്ട്, ഒരുപാട് പ്രാർത്ഥനകളുണ്ട്. നാം എഴുന്നേറ്റ ഉടനെയുള്ള പ്രാർത്ഥന, അത് മുതൽ തുടങ്ങും നമ്മുടെ പ്രാർത്ഥന. വീട്ടിലേക്ക് പോകുമ്പോഴും, വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴും, ടോയ്ലറ്റിലേക്ക് പോകുമ്പോഴും, വരുമ്പോഴും, ഒരാളെ കണ്ടുമുട്ടുമ്പോഴും, പിരിഞ്ഞു പോകുമ്പോഴും ഒക്കെ ഒരുപാട് പ്രാർത്ഥനകളുണ്ട്. എല്ലാം അല്ലാഹുവിനാണ്. ആരെങ്കിലും നമുക്കൊരു നന്മ ചെയ്തു, അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കണം, ജസാക്കല്ലാഹു ഖൈറ. അതൊരു പ്രാർത്ഥനയാണ്. അല്ലാഹു നിനക്ക് ഖൈർ ചെയ്യട്ടെ എന്നുള്ള പ്രാർത്ഥന. ആ പ്രാർത്ഥന പോലും ചെറിയ നിസ്സാരമാണ് എന്ന് നമുക്ക് തോന്നും. നാം നമ്മുടെ ഒരു സഹോദരന് വേണ്ടി പ്രാർത്ഥിച്ചാൽ അതിന്റെ പ്രതിഫലം എന്താണെന്ന് അറിഞ്ഞാൽ ഒരിക്കലും നാം അത്തരം പ്രാർത്ഥനകൾ ഒഴിവാക്കില്ല. എല്ലാവരും എല്ലാം അല്ലാഹുവിനോട് മാത്രമായിരിക്കുക. അതല്ലാതെ വല്ലതും നാം പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ടോ? ഖുർആനിൽ മറ്റു വല്ല പ്രാർത്ഥനകളും, അല്ലാഹു അല്ലാത്തവരോട് വല്ല പ്രാർത്ഥനകളും, ഹദീസുകളിലൂടെ മറ്റു വല്ല പ്രാർത്ഥനകളും നമ്മോട് പഠിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല. അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട്, അതിനാൽ ഓരോ സന്ദർഭങ്ങളിലും ഇക്കാര്യം മനസ്സിലാക്കി പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിയേണ്ടതാണ്. ഇപ്പൊ നോക്കുക, പള്ളിയിലേക്ക് വരുമ്പോൾ, പള്ളിയിലേക്ക് കയറുമ്പോൾ എങ്ങനെ കയറണം, പ്രാർത്ഥന എന്താണ് എല്ലാവർക്കും അറിയാം. അവരവർ ചിന്തിച്ചു നോക്കൂ. ഞാൻ ഇപ്പൊ വരുമ്പോ പറഞ്ഞു, അവരവർ ചിന്തിച്ചാൽ മതി, ആരും പരസ്പരം നോക്കണ്ട. പള്ളിയിലേക്ക് കയറുമ്പോൾ ഒരു പ്രാർത്ഥന, ഒരു ദിക്ർ. നാം വീട്ടിൽ നിന്ന് പുറപ്പെടുമ്പോഴുള്ള പ്രാർത്ഥന, ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. പ്രാർത്ഥിച്ചാൽ മതി. സലാം പറഞ്ഞു, നമ്മുടെ വീട്ടുകാർക്ക് സലാം പറഞ്ഞു,
ചെറിയ ചെറിയ കാര്യങ്ങൾ, ചെറിയ ചെറിയ കാര്യങ്ങൾ എന്ന് നാം കരുതുന്നു, പക്ഷെ അള്ളാഹുവിന്റെ അടുത്ത് വളരെ മഹത്വമുള്ളതാണ്. അതുപോലെ തന്നെ നാം ദിക്റുകൾ പതിവാക്കണം. പ്രാർത്ഥന വേണം നമുക്ക്. ദിക്റുകൾ ധാരാളമായി നാം പതിവാക്കണം. യാ അയ്യുഹല്ലദീന ആമനു ദിക്റുല്ലാഹ ദിക്റൻ കസീറാ വസബ്ബിഹൂഹു ബുക്റതൻ വഅസീലാ. ഓ സത്യവിശ്വാസികളെ, ഉദ്കുറുല്ലാഹ, നിങ്ങൾ അല്ലാഹുവിനെ ദിക്ർ ചെയ്യുക. ദിക്റൻ കസീറ, ധാരാളമായി ദിക്ർ ചെയ്യുക. ധാരാളമായി എപ്പോഴും അല്ലാഹുവിനെ സ്മരിച്ചുകൊണ്ടേയിരിക്കുക. വസബ്ബിഹൂഹു, അവനെ നിങ്ങൾ തസ്ബീഹ് ചെയ്യുക. ബുക്റതൻ, രാവിലെയും വഅസീലൻ, വൈകുന്നേരവും. പ്രാർത്ഥനകളുണ്ട്, എല്ലാവരുടെ അരികിലുമുണ്ട് പ്രാർത്ഥനകൾ, എല്ലാവരുടെ ഫോണിലുമുണ്ട് പ്രാർത്ഥനകൾ. എത്ര പ്രാർത്ഥനകൾ നമുക്കറിയാം, നാം പതിവാക്കാറുണ്ട്. നിസാരമാണ് എന്ന് നാം കരുതും. ഒന്നും നിസാരമായി തള്ളിക്കളയാൻ പാടില്ല. വദ്കുറുല്ലാഹ കസീറൻ ലഅല്ലകും തുഫ്ലിഹൂൻ, നിങ്ങൾ വിജയികളാകാൻ വേണ്ടി ധാരാളമായി നിങ്ങൾ ദിക്ർ ചെയ്യുക എന്ന് അല്ലാഹു. ദിക്ർ ചെയ്താൽ പോരാ, ദിക്ർ ധാരാളമായി, വളരെ കൂടുതലായി ദിക്ർ ചെയ്യുക. നാം പലപ്പോഴും പല ദിക്റുകളും ഒഴിവാക്കാറുണ്ട്. നമുക്ക് മടിയാണ്. അത് ചെറിയ വിഷയമല്ല, സില്ലി മാറ്റേഴ്സ്, ചെറുതല്ലേ. ഏറ്റവും കൂടുതൽ നമ്മളിപ്പോൾ ഈ പള്ളിയിലൂടെ പോകുമ്പോൾ അള്ളാന്റെ റഹ്മത്ത് ചോദിക്കണം. അല്ലാഹുമ്മ അസ്അലുക മിൻ റഹ്മതിക ചോദിക്കണം. നമ്മൾ ചോദിച്ചു, റഹ്മത്ത് ചോദിച്ചു. ഇനി പള്ളിയിൽ പുറത്തു പോകുമ്പോൾ അള്ളാന്റെ ഫൗദല് ചോദിക്കണം. നമ്മൾ ചോദിക്കാറുണ്ട്. അറിയാം, നമുക്ക് പ്രാർത്ഥന അറിയാം, പലതും അറിയാം. എന്തിനാണ് പറയണം? വുളൂഇന്റെ ആരംഭത്തിൽ ബിസ്മി അല്ല. അതുപോലെ പലപ്പോഴും നമുക്ക് മറന്നു പോകും. ബിസ്മി ഒരു വേള വാജിബാണ് എന്ന് വരെ പണ്ഡിതാഭിപ്രായമുണ്ട്. ബിസ്മി അങ്ങനെ ചിലർ സുന്നത്താണ്, വാജിബാണ് എന്ന് പറഞ്ഞാൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ് എന്ന് വരെ പണ്ഡിതാഭിപ്രായമുണ്ട്. ബിസ്മി ചൊല്ലില്ലെങ്കിൽ പലപ്പോഴും നാം അത് മറന്നു പോകുന്നു. വുളൂഇന് ശേഷമുള്ള പ്രാർത്ഥന, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. ഇതൊരാൾ പറഞ്ഞാൽ സ്വർഗത്തിന്റെ 8 വാതിലുകളും തുറന്നു വെച്ച് ഇഷ്ടമുള്ളതിലൂടെ അകത്തേക്ക് അടക്കം പറയാൻ പറ്റും. ചെറിയ പ്രാർത്ഥനയാണ്. നമ്മളിന്ന് നമ്മൾ പ്രാർത്ഥിച്ചു. മറ്റു പലരുടെയും പല നീചമായ പ്രാർത്ഥനകളെയും നാം പരിഹസിക്കാറുണ്ട്, വേണ്ടതല്ല. പക്ഷെ നാം ചെയ്യേണ്ടത് നമ്മൾ ചെയ്തു. നാം ചെയ്യേണ്ടതൊന്നും നാം ചെയ്യാതിരുന്നാൽ, അതുകൊണ്ട് ഫദ്കുറൂനി അദ്കുർകും വഷ്കുറൂനി വലാ തക്ഫുറൂൻ. അല്ലാഹു ഫദ്കുറൂനി, നിങ്ങൾ എന്നെ ഓർക്കുക, എന്നെ ദിക്റാക്കുക. വദ്കുർകും, ഞാൻ നിങ്ങളെയും ഓർക്കും, ഞാൻ നിങ്ങളെയും സ്മരിക്കും. വഷ്കുറൂനി, നിങ്ങൾ എനിക്ക് ശുക്ർ ചെയ്യുക. വലാ തക്ഫുറൂൻ, നിങ്ങൾ നന്ദി കേട് കാണിക്കരുത് എന്നല്ലാഹ്. അപ്പോൾ നമ്മൾ പ്രാർത്ഥന വേണം, നമ്മുടെ ദിക്ർ വേണം. ചെറുതാണ് എന്ന് കരുതി ഒന്നും വിട്ടുപോകരുത്. അല്ലദീന ആമനൂ വതത്മഇന്നു ഖുലൂബുഹും ബിദിക്രില്ലാഹ് അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. നമ്മുടെ മനസ്സുകൾക്ക് സമാധാനമില്ല, ടെൻഷനാണ്. എന്താ പരിഹാരം? അലാ, അറിയണം, ബിദിക്രില്ലാഹ്, അല്ലാഹുവിന്റെ ദിക്ർ കൊണ്ട് തത്മഇന്നുൽ ഖുലൂബ്, മനസ്സുകൾക്ക് സമാധാനമുണ്ടാകും. അതും പാർത്ത് നമ്മൾ ചെയ്യുന്നത്. അള്ളാഹുവിനോട് നമ്മുടെ സങ്കടങ്ങൾ നാം പറയാറില്ല. ആളുകളോട് പറയും, സൃഷ്ടികളോട് ഒരിക്കലും നമ്മുടെ സങ്കടങ്ങൾ പറയരുത്. അങ്ങനെ നാം സൃഷ്ടികളോട് പറഞ്ഞാൽ ചില ആളുകളെങ്കിലും നാം സന്തോഷിക്കും, മനസ്സുകൊണ്ട് സന്തോഷിക്കും. അവന് അങ്ങനെ തന്നെ വേണമെന്ന്, അവന് അങ്ങനെ തന്നെ വേണം. നാം സങ്കടങ്ങൾ പറയേണ്ടത് ആരോടാണ്? അള്ളാഹുവിനോട് പറയണം. അള്ളാഹുവിനത് സന്തോഷമാണ്. അള്ളാഹു പരിഹാരം നമുക്ക് എത്തിച്ചിട്ട് എല്ലാ അവസരത്തിലും ദിക്ർ പതിവാക്കുക. രാവിലെയും വൈകുന്നേരവും എല്ലാ അവസരത്തിലും. ഫസ്ബിർ അലാ മാ യഖൂലൂന വസബ്ബിഹ് ബിഹംദി റബ്ബിക ഖബ്ല തുലൂഇശ് ശംസി വഖബ്ല ഗുറൂബിഹാ വമിൻ ആനാഇൽ ലൈലി ഫസബ്ബിഹ് വഅത്റാഫൻ നഹാർ. അവർ പറയുന്നതെല്ലാം നീ ക്ഷമിച്ചു കളയുക. ആളുകൾ പലതും പറയും, നീ ക്ഷമിക്കുക. വസബ്ബിഹ് ബിഹംദി റബ്ബിക, നീ നിന്റെ റബ്ബിനെ തഹ്മീദും തസ്ബീഹും ചെയ്യുക. ഖബ്ല തുലൂഇശ് ശംസി, സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ്. സുബഹിക്ക് ശേഷമുള്ള ദിക്റുകൾ ഒരുപാട് ദിക്റുകളുണ്ട്. വഖബ്ല ഗുറൂബിഹാ, അസ്തമിക്കുന്നതിന് മുമ്പ് ദിക്റുകളുണ്ട്. ആ ദിക്റുകൾ നമ്മൾ പതിവാക്കുക. പലപ്പോഴും ഇതെല്ലാം ഒരുപാട് ദിക്റുകൾ നമുക്കറിയാത്ത ദിക്റുകൾ പലപ്പോഴും കുറവാണ്. പതിവാക്കുന്നില്ല എന്നുള്ളൊരു ദോഷം പലപ്പോഴും നമുക്കുണ്ട്. അതുകൊണ്ട് നാം ദിക്റുകൾ പതിവാക്കുക. ഏത് ചെറിയൊരു ദിക്റാണെങ്കിലും ശരി, ഒന്നുമില്ലെങ്കിലും ഒരു നടുവേദന, അല്ലാഹ് എന്ന് വിളിച്ചു. അയ്യോ എന്ന് വിളിക്കുന്നതിന് പകരമായിട്ട് അല്ലാഹ് എന്ന് വിളിച്ചു. ഒരു ദിക്റല്ല,
നമ്മൾ എഴുന്നേൽക്കുമ്പോൾ മുട്ടുവേദനയാണ്, അള്ളാഹ് എന്നാണ് നമ്മൾ ഓർത്ത്, അള്ളാഹിനെ ഓർത്ത്. അതുകൊണ്ട് അള്ളാഹ് എന്ന് വിളിക്കുന്നത് മറ്റു പലതും വിളിച്ചാലോ? ഇനി ദിക്റുകൾ എന്ന പേരിൽ പലതും പല ആളുകളും നടത്തിക്കൂട്ടുന്നുണ്ട്. അതിലൊന്നും നാം ആകാതിരിക്കുക. അത് പ്രതിഫലാർഹമില്ല എന്ന് മാത്രമല്ല, കൃത്രിമമായ ദിക്റുകളുണ്ട്, കൃത്രിമമായ പല ദിക്റുകളും അള്ളാഹു റസൂലും പഠിപ്പിക്കാത്ത ദിക്റുകളുണ്ട്. ആ ദിക്റുകളിലെ സദസ്സുകളിലേക്ക് പോകാതിരിക്കുക, അത് സംഘടിപ്പിക്കുമ്പോൾ അതിന് നാം സഹകരിക്കാതിരിക്കുക. ഇസ്ലാം പഠിപ്പിച്ച എത്രയോ ദിക്റുകളുണ്ട്. അതൊക്കെ ഉണ്ടായിരിക്കെ എന്തിനാണ് കൃത്രിമമായ ദിക്റുകൾ? നമുക്ക് ദിക്റുകൾ പതിവാക്കുക. അതുപോലെ തന്നെ 5 നേരത്തെ നിസ്കരിക്കുക എന്നല്ല ഖുർആനിലുള്ളത്. അഖീമു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നിസ്കാരം നിലനിർത്തുക എന്ന് പറഞ്ഞാൽ കണിശമായി, നിത്യമായി, കൃത്യമായി നിസ്കരിക്കുക എന്നാണ്. എപ്പോഴെങ്കിലും നിസ്കരിക്കുക എന്നുള്ളതല്ല. നാം സമയമായി കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞിട്ട് ഖളാ തന്നെ നിസ്കരിച്ചാൽ മതിയല്ലോ എന്ന് പല ആളുകളും നിസ്സാരമായി കാണുകയാണ് പല കാര്യങ്ങളും. ഇന്ന സ്വലാത്ത കാനത അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂതാ. തീർച്ചയായും നിസ്കാരം എന്നുള്ളത് മുഅ്മിനീങ്ങൾക്ക് സമയനിബന്ധമായ, സമയം നിർണയിക്കപ്പെട്ട ഫർളായ കാര്യമാണ് എന്നൊരു സമയമുണ്ട്. ആ സമയത്ത് തന്നെ ചെയ്യുക. വല്ലദീനഹും അലാ സ്വലാത്തിൻ യുഹാഫിളൂൻ. മുഅ്മിനീങ്ങളെ പറ്റി അല്ലാഹു പറയാണ്, വല്ലദീനഹും അലാ സ്വലാത്തിൻ യുഹാഫിളൂൻ. അവർ നിസ്കാരത്തിൽ സൂക്ഷ്മത പുലർത്തുന്നവരാണ്, അതിനെ കാക്കുന്നവരാണ്. അല്ലദീനഹും അലാ സ്വലാത്തിഹിം ദാഇമൂൻ. കൃത്യമായി നിസ്കരിക്കുന്നവരാണ് അവർ. അപ്പൊ നിസ്കാരം അതിന് കൃത്യതയുണ്ട്. ബാങ്ക് കേൾക്കുന്നതിനാണ് പള്ളിയിൽ. ബാങ്ക് കേട്ടാൽ നമ്മുടെ ചിന്ത എന്താണ്? ബാങ്ക് കേട്ടാൽ നമ്മുടെ ചിന്ത ഇതിൽ സമയമുണ്ടല്ലോ, ഇനിയും സമയമുണ്ട്, അപ്പൊ ഇതിനെ ചിന്തിച്ച് അവസാനം ഇവിടെ വരുമ്പോൾ ജമാഅത്ത് കഴിഞ്ഞിട്ടുണ്ടാകും. പൊതുവെ അങ്ങനെയാണ്. അതുകൊണ്ട് നിസ്സാരമാണ് എന്ന് നാം കാണുന്ന കാര്യങ്ങൾ അത് യഥാർത്ഥത്തിൽ നിസ്സാരമല്ല. മൻ ഹാഫള അലൈഹാ കാനത് ലഹു നൂറൻ വ ബുർഹാനൻ വ നജാ. നിസ്കാരത്തിന് ആരെങ്കിലും പരിപാലിച്ചാൽ കാനത് ലഹു നൂറ, അത് അവന്റെ ഒരു പ്രകാശമാണ്. വ ബുർഹാനൻ, അതൊരു തെളിവാണ്. വ നജാതൻ, ഒരു സംരക്ഷണവുമാണ്. യൗമൽ ഖിയാമത്തി, അന്ത്യദിനത്തിൽ നിസ്കാരം കൃത്യമായി നിർവഹിച്ചാൽ അവർക്ക് ആ ഇരുട്ടിൽ അവന്റെ ഒരു പ്രകാശമാണത്. അവൻ മുഅ്മിനാണ് എന്നുള്ളതിന്റെ ഒരു തെളിവാണത്. അത് അവന്റെ സംരക്ഷണമാണ്. വമൻ ലം യുഹാഫിദ് അലൈഹാ, അത് ഒരാൾ കൃത്യമായി ചെയ്തില്ല എങ്കിൽ, സൂക്ഷിച്ചില്ല എങ്കിൽ, ലം യകുൽ ലഹു നൂറുൻ, അവന് പ്രകാശമില്ല. വലാ ബുർഹാനുൻ, അവനൊരു തെളിവുമില്ല. വലാ നജാത്തുൻ, അവന്റെ സംരക്ഷണവും ഇല്ല എന്നാണ്. വകാല യൗമൽ ഖിയാമത്തി മഅ ഖാറൂന വഫിർഔന വഹാമാന ഉബയ്യ് ഇബ്നു ഖലഫ്. അഹ്മദ് ഇപ്പോൾ ഈ ഹദീസാണ്. നിസ്കാരം കൃത്യമായി നിസ്കരിക്കാത്ത ആളുകളല്ല അവര് ഖിയാമത്ത് നാളിൽ ഖാറൂന, ഹാമാന, ഫിർഔനോട്, ഉബയ്യ് ഇബ്നു ഖലഫിനോടൊപ്പമല്ല ഒക്കെയാണ്. കാരണം നിസ്കാരത്തിൽ ഒരു അശ്രദ്ധയാവുക എന്നുള്ളത് അശ്രദ്ധ, പിന്നീടാവട്ടെ, കുറച്ച് കഴിയട്ടെ എന്നിങ്ങനെ വിചാരിക്കുക. അപ്പം നാം ചെറുതാണ് എന്ന് കരുതി ഒന്നും നിസ്സാരമല്ല എന്ന് നാം മനസ്സിലാക്കണം. നമ്മുടെ കർമ്മങ്ങൾ അള്ളാഹു സ്വീകരിക്കണം. അതിനുവേണ്ടി നാം പ്രാർത്ഥിക്കണം. നിത്യമായി നമ്മുടെ പ്രാർത്ഥന ഉണ്ടാകണം. നാം ദിക്റുകൾ വർദ്ധിപ്പിക്കണം. നിസ്കാരത്തിന്റെ കാര്യത്തിൽ നാം ഒന്നുകൂടി ശ്രദ്ധ പതിപ്പിക്കണം. അള്ളാഹു നിസ്കാരം കൊണ്ട് പ്രകാശം ലഭിക്കുന്ന നാട് ഉൾപ്പെടുത്തി നമുക്ക് അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. വിശ്വാസികളെ, ഒരിക്കൽ കൂടി അല്ലാഹുവിനെ തഖ്വ ചെയ്ത് ജീവിക്കണമെന്ന് എന്നോടും നിങ്ങളോടും ഉണർത്തുന്നു. നാം വളരെ നിസ്സാരമാക്കി കാണുന്ന കാര്യമാണ് ഈ സഫ് നിൽക്കുക എന്നത്. ഒന്നാമത്തെ സഫിൽ അവസരമുണ്ടായിട്ടും അവിടെ നിൽക്കാതെ മാറി നിൽക്കുക എന്നുള്ളത് നമ്മുടെ വിഷയത്തിൽ ചെറുതാണ്. ഒന്നാമത്തെ സഫിന്റെ കാര്യം അറിഞ്ഞിരുന്നുവെങ്കിൽ മുട്ടിൽ ഇഴഞ്ഞുകൊണ്ടാണെങ്കിലും അവർ നേരത്തെ പോയി ആ സഫിന് പിടിക്കുമായിരുന്നു എന്ന്. ഇന്നല്ലാഹ വ മലായികതുഹു യുസല്ലൂന അലസ് സഫിൽ അവ്വൽ. അല്ലാഹുവിന്റെ മലക്കുകൾ അല്ലാഹുവും ഒന്നാമത്തെ സഫുകാരെ പ്രശംസിക്കുന്നുണ്ട്. യുസല്ലൂന, പ്രാർത്ഥിക്കുന്നു, മലക്കുകൾ പ്രാർത്ഥിക്കുന്നു അലസ് സഫിൽ അവ്വൽ, ഒന്നാമത്തെ സഫിന്. പലപ്പോഴും പല ആളുകളും മറ്റുള്ളവരെ ഇങ്ങനെ മുമ്പിലേക്ക് നിസ്കാരത്തിൽ സഫ് വെക്കുമ്പോഴേ ഉള്ളൂ. എവിടെ പോയി ഭക്ഷണം കഴിക്കുമ്പോൾ ഇല്ല.
കല്യാണത്തിൽ പോയി ഭക്ഷണം കഴിക്കുമ്പോൾ മറ്റവനൊന്നും പറയില്ല. അത് ഫസ്റ്റ് നമുക്ക് വേണം. ഫസ്റ്റത്തെ സർക്കില് മുതലിനെ പറ്റി നമുക്ക് ഫസ്റ്റത്തെ സർക്കില് വേണം. അത് നമുക്ക് കുറേ കാരണങ്ങളുണ്ട്. എന്നാൽ നിസ്കാരത്തിന് വന്നു കഴിഞ്ഞാലോ പിന്നൊരുത്തിനെ പറ്റി ഇങ്ങനെ എതിർന്ന് നിൽക്കാൻ വേണ്ടി ഇങ്ങനെ നല്ലതാണ്. മുമ്പ് നിങ്ങളെ സ്വർഗത്തിലേക്ക് എത്തിക്കുക. പക്ഷെ അതോടൊപ്പം എന്താ നമ്മളെ കാര്യം എന്താവും? അവൻ്റെ സ്വർഗം മാത്രം നോക്കിയാൽ നമ്മളെ സ്വർഗം നോക്കണ്ട. അപ്പോൾ മറ്റുള്ളവരെ സ്വർഗത്തിലെത്താൻ വേണ്ടി നാം പ്രയത്നിക്കണം. അതോടൊപ്പം തന്നെ നമ്മുടെ സ്വർഗം നാം നഷ്ടപ്പെടാതിരിക്കുകയും ചെയ്യണം. അതുപോലെ തന്നെ റവാത്തിബ് എന്നുള്ള പേര് തന്നെ പതിവ്. റവാത്തിബ് എന്ന് പറഞ്ഞാൽ പതിവായി ചെയ്യുന്നത്, എപ്പോഴും ചെയ്യുന്നത് എന്നാണ്. ഫർള് നിസ്കാരത്തിന്റെ മുമ്പും ശേഷവും ഒക്കെയുള്ള സുന്നത്ത് നിസ്കാരങ്ങൾ അത് നിർവഹിക്കുക. അത് വളരെ അള്ളാഹു റസൂൽ തങ്ങൾ പറയാണ്, എന്താ ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന, സ്വർഗ്ഗത്തിൽ അള്ളാഹു അവന് ഒരു ഭവനം നിർമ്മിച്ചു കൊടുക്കും, ഒരു വീട് ഉണ്ടാക്കി കൊടുക്കുമെന്ന് അത് നിസ്കരിച്ചാൽ. അതുപോലെ തന്നെ മറ്റു പല കാര്യങ്ങളും നാം നിസ്സാരമായി കാണുന്ന കാര്യങ്ങൾ, മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുക. മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുക. നന്മ എന്ന് പറഞ്ഞാൽ കുറെ വാങ്ങിക്കൊടുക്കലെന്നല്ല. ബാപ്പ എന്തെങ്കിലും പറയുമ്പോൾ അത് ശ്രദ്ധിച്ച് കേൾക്കും, അതാണ് വലിയ നന്മ. ഉമ്മ എന്തെങ്കിലും പറയുമ്പോൾ അത് ശ്രദ്ധിച്ച് ഉമ്മ എന്താണ് പറയുന്നത്, ഉമ്മ വിളിച്ച് ഒന്നാമത്തെ വിളിക്ക് തന്നെ മറുപടി പറയും. ഇതൊന്നും നമ്മൾ ചെയ്യില്ല പലപ്പോഴും. സാരമില്ല, നമ്മുടെ ഉമ്മ അല്ല, നമ്മുടെ ബാപ്പ അല്ല. വബിൽ വാലിദൈനി ഇഹ്സാന, മാതാപിതാക്കൾക്ക് നിങ്ങൾ ഇഹ്സാൻ ചെയ്യുക, നന്മ ചെയ്യുക. വഖ്ഫിദ് ലഹുമാ ജനാഹ ദുല്ലി മിനർ റഹ്മത്തി വഖുർ റബ്ബി റഹ്മുമാ കമാ റബ്ബയാനി സഗീറ. അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. റബ്ബി റഹ്മുമാ കമാ റബ്ബയാനി സഗീറ. പ്രാർത്ഥിക്കണം മാതാപിതാക്കൾക്ക് വേണ്ടി, എല്ലാ ദിവസവും പ്രാർത്ഥിക്കണം. അയ്യുൽ അഅ്മാലി അഫ്ളൽ, ഏറ്റവും നല്ല കർമ്മം എന്താണെന്ന് അല്ലാഹു റസൂലിനോട് ചോദിച്ചു. അല്ലാഹു റസൂൽ പറഞ്ഞു, അസ്സലാത്തു ലിവഖ്തിഹാ, സമയത്തിന് നിസ്കരിക്കലാണ്. വബിറുൽ വാലിദൈനി, മാതാപിതാക്കൾക്ക് നന്മ ചെയ്യലാണ്. തുമ്മൽ ജിഹാദ് ഫീ സബീലില്ലാഹ്, പിന്നെ അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ജിഹാദാക്കലാണ്. അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ജിഹാദ് ചെയ്യുന്നതിനേക്കാൾ മുന്തിച്ച് പറഞ്ഞത് എന്തിനാണ്? മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുക എന്നുള്ള വിഷയത്തിലാണ്. അതുകൊണ്ട് ഒരുവേള വയസ്സായ മാതാവും പിതാവുള്ള ആളോട് അല്ലാഹു റസൂൽ തങ്ങൾ നിന്റെ ജിഹാദ് ആ ഉമ്മാനി ഉപ്പാനി നോക്കലാണ് എന്ന് വരെ പറഞ്ഞു. യുദ്ധത്തിന് പോകാൻ പറ്റില്ല, മാതാപിതാക്കളുടെ അടുത്തേക്ക് അയച്ചു. അതാണ് ഏറ്റവും വലിയ ജിഹാദ്, മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുക. പലപ്പോഴും ഇത്തരം കാര്യങ്ങളെല്ലാം നമ്മുടെ അശ്രദ്ധ കൊണ്ട് നാം വലിയ അപകടത്തിൽപ്പെടാൻ സാധ്യതയുണ്ട്. അള്ളാഹു നമ്മയൊക്കെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. നമ്മൾ ഇന്ന് വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. അതുപോലെ തിന്മകൾ എത്ര ചെറുതാണെങ്കിലും നാം ചെയ്യരുത്, മാറി നിൽക്കുക. തിന്മകൾ മുഴുവനായി മാറി നിൽക്കുക, നന്മകൾ കഴിവിന്റെ പരമാവധി ചെയ്യുക. അള്ളാഹു മുത്തഖീങ്ങളിൽ മുഅ്മിനീങ്ങളിൽ ഉൾപ്പെടുത്തി നമ്മൾക്ക് അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ കൂട്ടത്തിൽ മാതാപിതാക്കൾ ജീവിച്ചിട്ടുള്ളവർക്ക് അള്ളാഹു അവർക്ക് ആഫിയത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മരണപ്പെട്ടവർക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾ പലരുമുണ്ട്, അള്ളാഹു ശമനം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ എല്ലാവർക്കും, എല്ലാ മുഅ്മിനീങ്ങളായി മരണപ്പെട്ടവർക്കും അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് الأحياء منهم والأموات إنك مجيب الدعوات آمين برحمتك يا أرحم الراحمين.